നമ്മുടെ രാജ്യത്ത് ഇല്ലീഗൽ ഇമിഗ്രൻസ് അഥവാ ബംഗ്ലാദേശികൾ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള ഡ്രൈവ് നടക്കുകയാണ്. ഡൽഹിയിലടക്കം ഇത്തരത്തിലുള്ള വലിയ ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. 1500 കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുമുണ്ട്. അവരെ തടങ്കൽ പാളയത്തിൽ ആക്കിയിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നിന്നാണ് ആ വാർത്ത വന്നിരുന്നത്. ലഖ്നൌവിലെ ഇന്ദിരാ നഗറിൽ ആ പ്രദേശത്ത് അനധികൃതമായി മാലിന്യം തള്ളുന്ന അല്ലെങ്കിൽ മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാർക്കെതിരെ അവരെ കണ്ടുപിടിക്കാനായി ഒരു പ്രചാരണം അവിടെയുള്ള കോർപ്പറേഷൻ സംഘം നടത്തുകയായിരുന്നു. അങ്ങനെ നടത്തുന്ന ആ കോർപ്പറേഷൻ സംഘത്തിന്റെ അടുത്തേക്ക് ഒരു പ്രദേശത്തെത്തിയപ്പോൾ, അതായത് ഇന്ദിരാ നഗറിന്റെ ഒരു പ്രദേശത്തെത്തിയപ്പോൾ വലിയ ഒരു സംഘം ഇരച്ചെത്തുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 250ഓളം വരുന്ന ആൾക്കാരാണ് അവരുടെ അടുത്തേക്ക് ഇരച്ചെത്തിയത്, അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഉടനെ തന്നെ അവിടെ മേയർ സുഷ്മ ഖറക്വാൾ എത്തി, പോരാത്തതിന് കമ്മീഷണർ എത്തി, MLA എത്തി, അങ്ങനെ പല ആൾക്കാരും എത്തി. പക്ഷേ ഈ 250ഓളം പേരടങ്ങുന്ന സംഘം അടങ്ങിയില്ല. അവർ ആക്രമണം തുടർന്നു. അവർ മേയറെ ആക്രമിക്കാനായി ഒരുങ്ങി. മേയറെ ആക്രമിക്കുന്നത് ഈ കോർപ്പറേഷൻ സംഘം തടഞ്ഞപ്പോൾ അവരെ ആക്രമിച്ചു. കോർപ്പറേഷൻ സംഘത്തിലെ സ്ത്രീകളുടെ മാലയടക്കം അവർ പിടിച്ചു പറിക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് കഴിഞ്ഞ ദിവസം സാധിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ വാർത്തയാണിത്. പിന്നെയാണ് ഇവിടെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ 250ഓളം വരുന്ന ആൾക്കാരിൽ പലരും ഇല്ലീഗൽ ഇമിഗ്രൻസ് അഥവാ റോഹിംഗ്യൻ ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് എന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. ഇത് തിരിച്ചറിഞ്ഞ മേയർ വലിയ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇവർ ഇത് കൂട്ടാക്കാതെ ആക്രമണം അഴിച്ച് വിട്ടുകൊണ്ടേയിരുന്നു. അതിനുശേഷം മേയറുടെ വാക്കുകൾ ഇത്തരത്തിലാണ്: ഞാൻ ആദ്യം പോലീസ് കമ്മീഷണറെ വിളിച്ചു, പക്ഷേ അദ്ദേഹം എൻ്റെ കോൾ സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ച് ഒരു സേനയെ തന്നെ ഇങ്ങോട്ടേക്ക് അയക്കാനായി പറഞ്ഞിരുന്നു. ഒരു സേനയെ അയക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജില്ലാ മജിസ്ട്രേറ്റിനെ വിളിച്ചു. അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥരെ സംഭവ സ്ഥലത്തേക്ക് അയച്ചു എന്നാണ് ഇവർ പറയുന്നത്. പോരാത്തതിന് അതിനുശേഷം ഞാൻ ഒരാളെ കൂടെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥിന് ഒരു കോൾ പോയതിനു ശേഷം പിന്നെ ഇന്ദിരാ നഗറിൽ നടന്ന സംഭവങ്ങളെല്ലാം തികച്ചും യാന്ത്രികമായിരുന്നു. ഒരു ബുൾഡോസർ അവിടെ പറന്നെത്തി. ആ ബുൾഡോസർ ഇവരുടെ സകല വീടുകളും ഇടിച്ചു നിരത്തുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ഇന്ദിരാ നഗർ മുഴുവൻ ക്ലീനായി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാ നഗർ മുഴുവൻ വൃത്തിയായി. പോരാത്തതിന് ഈ 250ഓളം വരുന്ന ഈ ആക്രമി സംഘത്തെ പൂർണ്ണമായും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവരിൽ പല ആൾക്കാരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്, ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യൻ മുസ്ലിംസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് വലിയ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും യോഗി ആദിത്യനാഥിന് ഒരു കോൾ ചെന്നപ്പോൾ 10 മിനിറ്റിനകമാണ് ഒരു ബുൾഡോസർ അവിടെ എത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.